വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സോയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 750 ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കൂടും. സോൾട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു മിതമായ ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂണും വേണ്ട, ഓരോരുത്തരുടെ ഇഷ്ട അനുസരണത്തിന് ചേർത്താൽ മതി. ഇനി ഇതേപോലെ മിക്സ് ചെയ്യുക. 1 കപ്പ് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം മതി. പിന്നെ കുറേ ബീഫ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അത്രേ വേണ്ടൂ. നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഒരു 6 വിസിൽ അടിക്കാം, ഓരോരുത്തരുടെ കണക്കനുസരിച്ചിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ നീളത്തിൽ പച്ചമുളക് ഒരു 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുങ്ങനെ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ചിട്ട്. അതേപോലെ തേങ്ങയും ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്തതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇപ്പോൾ തേങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇതേപോലെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആ ബീഫ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചും കൂടി സോൾട്ട് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള സോൾട്ട് ചേർക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് സവാള ലാസ്റ്റാണ് ഇടേണ്ടത്. അത് നല്ല ടേസ്റ്റാണ്. അതെല്ലാം കൂട്ടിയിട്ട് കടിക്കുന്ന ടൈമിന് നല്ല ടേസ്റ്റായിരിക്കും. ആ ഉള്ളിൻ്റെ ആ പച്ച രീതിയിലുള്ള കടിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, പൂരിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ.